നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നെയ്ച്ചോറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. സവാള ഒന്നും ചേർക്കാതെ, അതേപോലെ എണ്ണയിൽ അരിയൊന്നും വറുക്കാതെ നമുക്കൊരു ഗസ്റ്റ് ഒക്കെ കയറി വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു നെയ്ച്ചോറ് എങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായി 750 ഗ്രാം അരി എടുത്തിട്ടുണ്ട്. ജീരശാല അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ജോക്കർ എന്ന് പറഞ്ഞ അരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫിർദൗസ് എന്ന് പറഞ്ഞ അരിയൊക്കെ ഉണ്ട്. അത് ഏത് വേണമെങ്കിലും എടുക്കാം. അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി അരി നോക്കി വാങ്ങാൻ നോക്കണം. ഇത് സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാളിറ്റി അരി ആകുമ്പോൾ നമ്മൾ നെയ്ച്ചോറിന് ഒന്നും കൂടി ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ 750 ഗ്രാം അരി ഈ പാത്രത്തിന് കറക്റ്റാണ്. അപ്പോൾ ഈ പാത്രത്തിന് അളവിനനുസരിച്ചാണ് നമ്മൾ വെള്ളം എടുക്കുന്നത്. അപ്പോൾ അത് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇനി ഇത് അരി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു 20 മിനിറ്റോളം വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിലൊരു 20 മിനിറ്റ് ഇത് നമുക്ക് ഇങ്ങനെ വെള്ളത്തിലിട്ട് വെക്കാം. ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മൾ അരി അളന്നെടുത്തത്. 3/4 കിലോ അരി കറക്റ്റ് ആയിരുന്നതിൽ. അപ്പോൾ ഈ പാത്രത്തിന് അളവിനനുസരിച്ചാണ് ഇനി വെള്ളം പാർന്നു കൊടുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിന് 1.5 പാത്രം വെള്ളമാണ് നമ്മൾ എടുക്കുന്നത്. ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് പാത്രമാണ് എടുക്കുന്നത് ആ പാത്രം കറക്റ്റാക്കി ആക്കി എടുക്കുക. അതിന് അനുസരിച്ച് 1.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതായത് 20 മിനിറ്റോളം അരി വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷമാണ് നിങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 1.5 പാത്രം വെള്ളം എടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ അരി വെള്ളത്തിൽ ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് 2 പാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ കറക്റ്റാവും, നമ്മൾ നെയ്ച്ചോറ് കറക്റ്റായി നമുക്ക് കിട്ടും. അപ്പോൾ ഒരു പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇനി 1/2 പാത്രം വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളം ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വരാറായി. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പട്ട ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10-15 ഗ്രാമ്പു ഉണ്ടാവും, അത് ഇട്ട് കൊടുക്കാം. ഒരു 10 ഏലക്കായ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മിൽമയുടെ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 6 kg നെയ്യൊക്കെ ഉണ്ടാവും, അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം, കുഴപ്പമില്ല. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം, മതി. 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ സാധാരണയായിട്ട് എല്ലാവരും ആദ്യം നെയ്യും ഓയിലൊക്കെ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ടിട്ട് അതിലേക്ക് അരി ഇട്ടിട്ട് നല്ല വറുത്തിട്ടാണ് സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കൽ. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെയ്ച്ചോറ് കിട്ടും. പിന്നെ ഇതിലേക്ക് ഉള്ളി ചേർക്കാറുണ്ട്. വെല്ലുള്ളി, സവാള ചേർക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് കേട്ടോ. സവാള ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറിപ്പോവും. ഒരു ഉപ്പുമാവിൻ്റെ ടേസ്റ്റ് പോലെ വരും. അപ്പോൾ സവാള ഒരിക്കലും നെയ്ച്ചോറിൽ ചേർക്കാൻ പാടില്ല. അപ്പോൾ പഴയകാല നെയ്ച്ചോറ് ഇങ്ങനെയാണ് സാധാരണ ഉണ്ടാക്കൽ. അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെയ്ച്ചോറ് കിട്ടും. അപ്പോൾ ഇത് വെള്ളത്തിൽ കുതിർത്ത ഒരു 20 മിനിറ്റോളം കുതിർത്ത അരിയാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി വെള്ളത്തിൽ കുതിർക്കാതെ തന്നെ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 പാത്രം വെള്ളം എടുക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക കേട്ടോ. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിൽ അരി കുതിർക്കാനുള്ള സമയം നമുക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അരി കുതിർക്കാതെ ഡയറക്റ്റ് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരിക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ അരി എടുത്തത് ആ പാത്രത്തിന് 2 പാത്രം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായി നമുക്ക് കിട്ടും. ഇനി ഇത് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കണം. ഏകദേശം ഒരു 70% വെള്ളം വറ്റിച്ചെടുക്കാം നമുക്ക്. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചാൽ തന്നെ വെള്ളം വറ്റി കിട്ടും. ഇനി മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം വേണം ഇത് അടച്ചു വെച്ച് വേവിക്കാൻ കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി തുറന്ന് നോക്കി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇടയ്ക്കൊന്ന് തുറന്നിട്ട്, അല്ലെങ്കിൽ ചോറ് കട്ട പിടിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഇടയ്ക്ക് തുറന്നിട്ട്.
ഇനി മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. ഒരു പകുതിയോളം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ അരി പെട്ടെന്ന് വെന്ത് കിട്ടാനാണ്. അല്ല ആദ്യം തന്നെ നമ്മൾ ഉപ്പിട്ട് വെള്ളത്തിലിട്ട് വെച്ചാൽ അരി വെന്ത് കിട്ടാൻ കുറച്ച് പണിയാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അങ്ങനെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ ഇതിന് പാകത്തിനനുസരിച്ച് ഉപ്പിട്ട് എടുക്കാൻ കഴിയും. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഉപ്പ് നമ്മൾ ഇട്ടെടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് പാകത്തിനാണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് നല്ലതാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. ഇനി അത് മൂടി വെച്ചിട്ട് ഒന്നുകൂടി വേവിച്ചിടാം. തീ ഒരു മീഡിയം ലോ ഫ്ലെയിമിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് വേണം ഇത് ഇങ്ങനെ വേവിച്ചെടുക്കാൻ. ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 2 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഒരു 70% വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ചോറൊക്കെ ഒരു 70% വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ഇട്ട് കൊടുക്കാം. പുതിനയില ഇടായിരിക്കുമോ നല്ലത്. അതേപോലെ 1.5 ടേബിൾ സ്പൂൺ ക്യാരറ്റ് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നല്ല വറ്റി വരുന്നുണ്ട്. ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ അരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് നെയ്ച്ചോറ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് അടച്ചു വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കനലുണ്ടെന്നുണ്ടെങ്കിൽ കനലിട്ട് കൊടുക്കാം. ഇനി കനലില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വെള്ളം നന്നായിട്ട് ഒരു പാത്രത്തിൽ തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വെച്ചെടുക്കാം. എന്നിട്ട് തീ ഓഫാക്കി ഒരു 20-30 മിനിറ്റ് വെച്ചാൽ നമ്മളെ നെയ്ച്ചോറ് റെഡിയായി. ഏകദേശം ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് നെയ്ച്ചോറ് നല്ല അടിപൊളിയായിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റോട് കൂടി, പിന്നെ അരിയൊന്നും വറക്കാതെ ഉള്ളിയൊന്നും ചേർക്കാതെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെയ്ച്ചോറ് കിട്ടും. ഇപ്പോൾ ദമ്മിൽ വെച്ചിട്ട് ഏകദേശം അരമണിക്കൂറായി. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നല്ല സ്മെല്ലാട്ടോ. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. കണ്ടോ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ചോറൊക്കെ പാകത്തെ വേവായിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിൻ്റെ മുന്നേ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അത് മതി. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മെല്ലെ വേണം മിക്സ് ചെയ്യാൻ, ചോറ് ഉടഞ്ഞു പോകരുത്. അപ്പോൾ നോക്കി മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുത്തു. ചോറൊക്കെ പാകത്തെ വേവാനായിട്ടുള്ളത് കണ്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് വളരെ സിമ്പിളായിട്ട് നമ്മളൊരു 3/4 മണിക്കൂർ കൊണ്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ചിക്കൻ കറിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അടിപൊളി നെയ്ച്ചോറും ചിക്കൻ കറിയും ആയിട്ടുണ്ട്. അപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടില്ലേ, വളരെ പെട്ടെന്ന് ഒരു 45 മിനിറ്റ് കൊണ്ട് ഒക്കെ ഏകദേശം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളി നെയ്ച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക, ഫോളോ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.